കടങ്ങൾ നിങ്ങളെ കൂടുതൽ ദരിദ്രനാക്കും. കടങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ശരിക്കും ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. കറണ്ട് എന്ന വാക്കിൽ നിന്നാണ് കറൻസി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ കറണ്ട് എന്ന് പറയുന്നത് അത് എപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒഴുക്ക് തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഈ കടങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. നമ്മൾ കടം ഒരാൾക്ക് നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ ആ കടം നമ്മൾ കൊടുക്കാത്തിടത്തോളം കാലം നമ്മളിലേക്ക് വരുന്ന ആ ഒരു ഫ്ലോ അതവിടെ തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതങ്ങനെ തടസ്സപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് മണി എത്തില്ല, ക്യാഷ് നമ്മളിലേക്ക് വരില്ല, പ്രോസ്പെരിറ്റി നമ്മളിലേക്ക് വരില്ല. കാരണം നമ്മൾ ആ ഒഴുക്ക് തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പണം നമ്മൾ പലപ്പോഴും ഹാൻഡിൽ ചെയ്യാതെ വരുമ്പോൾ, പണം നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ ബുദ്ധിപരമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കടം കൊടുക്കാതിരിക്കുന്നതും അതുപോലെ തന്നെ കടം ആവശ്യമില്ലാതെ മേടിക്കുന്നതും ഒക്കെ നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ കടം ആർക്കെങ്കിലും നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കണം. കടം നിങ്ങൾ കൊടുത്ത് തീർക്കണം. എല്ലാ മതഗ്രന്ഥങ്ങളിൽ പോലും അതിനെക്കുറിച്ചൊക്കെ പറയുന്നുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കടങ്ങൾ നമ്മൾ നിലനിർത്തി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ നമുക്കുണ്ടാക്കും. ഇത് പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റുള്ള കടങ്ങളും വേണമെങ്കിൽ നമുക്കിവിടെ പരാമർശിക്കാവുന്നതാണ്. പക്ഷേ പണത്തിന്റെ കാര്യത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായി കടങ്ങൾ നമ്മൾ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ, കൃത്യമായി കടങ്ങൾ നമ്മൾ കൊടുത്ത് തീർക്കാതെ വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളിലേക്കുള്ള ആ സമ്പത്തിന്റെ, നമ്മളിലേക്കുള്ള അഭിവൃദ്ധിയുടെ ഒഴുക്ക് തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് സ്വാഭാവികമായിട്ടും നമ്മളെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടെങ്കിൽ, കടം കൊടുത്ത് വീട്ടാനുണ്ടെങ്കിൽ അതിന് നിങ്ങൾ പ്രയോറിറ്റി വെക്കണം. അതിനൊരു ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കണം. ആ കടം കൊടുത്ത് വീട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്കൊരു പുതിയ പൈപ്പ് ലൈൻ, പുതിയൊരു ഫ്ലോ നിങ്ങളിലേക്ക് സ്റ്റാർട്ടാവും. അത് സ്വാഭാവികമായിട്ടും നിങ്ങളിലുള്ള സമ്പത്ത് അത് വർദ്ധിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കടത്തിന് ഒരു പ്രയോറിറ്റി കൊടുക്കുക, കടം കൊടുത്ത് വീട്ടുക. കാരണം കടം കൊടുത്ത് വീട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതമാകുന്ന ആ ഒരു കപ്പലിൽ, സമ്പത്ത് എന്ന് പറയുന്ന ആ ഒരു കപ്പലിൽ ഒരു തുള വീഴുന്നതിന് തുല്യമാണ്. നിങ്ങളിലെ ആ സമ്പത്തെല്ലാം അതിലൂടെ ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് കടത്തിന് പ്രാധാന്യമുണ്ട്. അത് എത്രയും പെട്ടെന്ന് നമ്മൾ കൊടുത്ത് വീട്ടുക എന്നുള്ളത്.